നമസ്കാരം. കാസർഗോഡ് 15 വയസ്സുകാരിയുടെയും 42 വയസ്സുകാരൻ്റെയും ആത്മഹത്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇവരുടെ മരണം ഒരു കൊലപാതകമല്ല, ആത്മഹത്യയാണെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 20 ദിവസത്തിലധികം ഈ മൃതദേഹങ്ങൾക്ക് പഴക്കമുണ്ട്. ഇവരെ കാണാതായിട്ട് 26 ദിവസം കഴിഞ്ഞപ്പോഴാണ് കണ്ടുകിട്ടിയത്. അപ്പോൾ ഇതൊരു കൊലപാതകമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട്. ഒരു മുതിർന്ന ഉദ്യോഗസ്ഥരുടെയോ VIP-യുടെയോ ഒക്കെ മക്കളായിരുന്നെങ്കിൽ ഇത് കറക്റ്റായിട്ട് അന്വേഷണം നടത്തി ഒരു ദിവസത്തിനകം ഈ ഇവരുടെ വിവരം കിട്ടേണ്ടതാണ്. പക്ഷെ ആ സ്ഥാനത്ത് 26 ദിവസം വേണ്ടി വന്നു ഇവരുടെ മിസ്സിങ് കണ്ടെത്താനായിട്ട്. അത്രയധികം വീഴ്ചയാണ് നമ്മുടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം താനൂരിലെ 2 പെൺകുട്ടികളെ കാണായത് അത്രയും മാധ്യമങ്ങളിൽ ഭയങ്കരമായിട്ടൊരു ന്യൂസായിട്ട് വരികയും അതിന്റെ ഫലമായിട്ട് മണിക്കൂറുകൾ കൊണ്ടാണ് ഈ കുട്ടികളെ മുംബൈയിൽ നിന്ന് കണ്ടെത്താനാവുകയും ചെയ്തത്. ഇത് വീടിന് ഒരു 200 മീറ്റർ മാത്രം അകലം ഉള്ളിടത്തു നിന്നാണ് ഇവരെ കണ്ടെത്താനായിട്ട് 26 ദിവസം താമസിക്കേണ്ടി വന്നത്. അത്രയധികം വീഴ്ചയാണ് ഈ കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നേക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ VIP-കളുടെയൊക്കെ മക്കളായിരുന്നെങ്കിൽ അവരുടെയൊക്കെ ആയിരുന്നെങ്കിൽ കറക്റ്റായിട്ട് അന്വേഷണം നടത്തി മണിക്കൂറുകൾ കൊണ്ട് നിമിഷ നേരം കൊണ്ട് തന്നെ കണ്ടെത്തുമായിരുന്നു. ഇതിപ്പോൾ സാധാരണ ഒരാളുടെ മിസ്സിങ് ആയതുകൊണ്ട് അത്രയും താമസം വരേണ്ടി വന്നു. ഇതാണിപ്പോൾ നമ്മുടെ കേരളത്തിലെ ഓരോ നിയമങ്ങൾ. ഇത്രയേ ഉള്ളൂ. എത്രയോ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ പരിഗണന ഉള്ളൂ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ 15 വയസ്സുകാരിയും 42 വയസ്സുകാരനും തമ്മിൽ ഭയങ്കരമായിട്ട് പ്രേമത്തിലായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇവർ രണ്ടുപേരും രാത്രിയിൽ ഇറങ്ങി പോവുകയൊക്കെ ചെയ്തത്. ഇത് ഈ കുട്ടിയുടെ കാര്യങ്ങൾ വീടിനടുത്തുള്ള ഒരു അയൽവാസി വീട്ടുകാരോട് പറഞ്ഞപ്പോൾ വീട്ടുകാർ അത്ര കാര്യമാക്കിയില്ല. ഇത് പോക്സോ കേസുമായിട്ട് വന്നതായിരുന്നു. അപ്പോൾ വീട്ടുകാർ പറയുന്നത് സഹോദരി സഹോദരൻ എന്നുള്ള ബന്ധം മാത്രമാണ് എന്നാണ് പറയുന്നത്. വീട്ടുകാർ തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം തന്നെ. ഈ അപ്പനും അമ്മയുമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം. അന്ന് അയൽവാസി അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഒരു അമ്മയുടെ ഭാഗത്തു നിന്നെങ്കിലും ആ കുട്ടിയുടെ മൊബൈൽ ഫോൺ ഒന്ന് ചെക്ക് ചെയ്യുമായിരുന്നെങ്കിൽ എന്തെങ്കിലും മനസ്സിലാക്കാമായിരുന്നു. ഇവർ തമ്മിലുള്ള ഫോട്ടോകൾ പല സ്ഥലങ്ങളിൽ വെച്ച് പല പോസ്റ്റിലെടുത്തേക്കുന്ന ഫോട്ടോയെ ബന്ധുവിന് ഒരു 90 ഫോട്ടോയോളം അയച്ചു. എന്നിട്ട് ഈ മാതാപിതാക്കൾ ഒന്നും അറിഞ്ഞില്ല. കാരണം അവര് പൊട്ടന്മാരായിട്ട് അങ്ങനെ കഴിയുമായിരുന്നോ അതോ അഭിനയിക്കുകയാണോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. കാരണം ഒരു മാതാവിന് ഒരു പെൺകുട്ടിയുടെ കാര്യങ്ങളിൽ ഒട്ടും ഒരു ഇതില്ല എന്ന് പറയുവാണെങ്കിൽ ആ തള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായ ഭയങ്കര ഒരു വീഴ്ച തന്നെയാണ്. ഒരു അപ്പനെ കണ്ടു കഴിഞ്ഞാൽ ആ മനുഷ്യനൊരു സാധുവായിട്ട് ഒരു കഴിവില്ലാത്ത ഒരു രീതിയിലാണ് അയാളുടെ സംസാരം കേൾക്കുമ്പോൾ. പക്ഷെ ഈ സ്ത്രീക്ക് ഒരു പെൺകുട്ടികളുടെ സംബന്ധിച്ച് അപ്പന്മാരെക്കാളും അമ്മമാരാണ് ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും വീക്ഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. ഇത് ആ തള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായ ഭയങ്കര വീഴ്ച തന്നെയാണ്. അതോ ഇനി ഇവർക്ക് വേറെ എന്തെങ്കിലും പ്രദീപമായിട്ടുള്ള അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. കാരണം കാലം അങ്ങനെയാണ്. പല ഇതിൽ കേൾക്കാറുള്ളതാണ്. ഇങ്ങനെ അമ്മമാര് എന്തെങ്കിലും രീതിയിൽ ഒരു അന്യപുരുഷനുമായിട്ട് അടുപ്പം വന്നു കഴിഞ്ഞ് ഇവര് വീട്ടിൽ അമിത സ്വാതന്ത്ര്യം കൊടുത്ത്, അല്ലെങ്കിൽ ഭർത്താവ് ഒരു കിഴങ്ങനാണെങ്കിൽ അവിടെ ആ പുറത്തുനിന്ന് വന്ന ആൾക്ക് അമിത സ്വാതന്ത്ര്യം കൊടുത്തു കഴിയുമ്പോൾ അയാൾക്ക് ഇവരുടെ പെൺമക്കളെ അവരുടെ നല്ല രീതിയിലുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല പെരുമാറേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള വീഴ്ചകളൊക്കെ ചിലപ്പം വന്നെന്നിരിക്കാം. അങ്ങനെയൊക്കെ എല്ലാ രീതിയിലും ഈ മാതാവിനെയും അന്വേഷിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ നമുക്കൊരു സംശയം തോന്നാഴികയില്ല. കാരണം അത്രയും അടുപ്പമായിരുന്നു ഇവർ തമ്മിൽ. ഈ കൊച്ചിന്റെ മിസ്സിങ് വന്നപ്പം തന്നെ ആദ്യമേ അറിയിച്ചേക്കുന്നത് ഈ പ്രദീപിനെയാണ്. അന്നേരം എത്രത്തോളം ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അവനെ വിളിച്ചു നോക്കിയപ്പോൾ അവന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. അവന് ഒരു 30 വയസ്സിനടുത്ത് പ്രായത്തിന്റെ വ്യത്യാസമുണ്ട് ഈ 15 വയസ്സുള്ള പെൺകുട്ടിയായിട്ട്. അതായത് ഈ പിള്ളേരൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ എടുത്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതായിരുന്നു ഇവനും ആ കുട്ടികളും തമ്മിലുള്ള അടുപ്പം. അന്നേരം അങ്ങനെ എടുത്തുകൊണ്ട് നടന്നിരുന്ന ആ കൊച്ചിനെ സ്വന്തം ഒരു മകളായിട്ടോ അല്ലെങ്കിൽ ഒരു സഹോദരിയായിട്ടോ കാണേണ്ട സ്ഥാനത്താണ് ഇവന് ശരിക്കും വിനിയോഗിച്ചേക്കുന്നത്. അവൻ അത്രയും ഒരു സ്ത്രീ കാര്യത്തിൽ അത്രയും ഇതൊരു ആർത്തി പിടിച്ച ഒരു ആളാണെന്ന് തോന്നുന്നു. അത് തന്നെയല്ല, അവന് അവിവാഹിതനാണ്. പിന്നെ സ്ത്രീ വിഷയത്തിൽ ഭയങ്കര താല്പര്യമുള്ളതായിട്ട് പല കേസുകളുള്ളതായിട്ട് കൂട്ടുകാർ പറഞ്ഞിട്ടുള്ളതായിട്ടൊക്കെ അറിയാം.
ഇത്രയും നാളുമായിട്ടും ഈ മനുഷ്യനെ ഇവനെ മനസ്സിലാക്കാതെ ഇവര് അയൽവാസി പറഞ്ഞിട്ടും യാതൊരു സംശയം കൂടാതെ ഇവൻ കാറ് മേടിച്ചപ്പോൾ ആ കൂടെ സ്കൂളിൽ പറഞ്ഞു വിടുകയും ഇവരുടെ പല യാത്രകളും ഇവന്റെ കാറിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന ഈ ഈ രക്ഷകർത്താക്കളുടെ ഭയങ്കരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ്. അവര് അമിത സ്വാതന്ത്ര്യം ആ പ്രദീപെന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്തിരിക്കുന്നു. അങ്ങനെ കൊടുത്തതിന്റെ അനന്തര ഫലമാണ് ഇപ്പോൾ ഇന്ന് അവർ കരയേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത്. ഇപ്പോൾ വേറൊരു പെൺകുട്ടിയും കൂടെയുണ്ട്. ഇപ്പോൾ അവന് ഈ 15 വയസ്സായപ്പോൾ ഈ പെൺകുട്ടിയിലുള്ള ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കി സ്ത്രീ വിഷയത്തിൽ താല്പര്യമുള്ളവന് ഇത്രയും പ്രായത്തിന്റെ വ്യത്യാസമൊന്നും അവൻ നോക്കിയില്ല. അതൊരു സഹോദരിയായിട്ടോ മകളായിട്ടോ കാണേണ്ട ഒന്നും അവന് തോന്നിയില്ല. അവളിലുണ്ടായ വളർച്ചകൾ കണ്ടു മനസ്സിലാക്കി അതിൽ അവന് താല്പര്യം തോന്നി. ഇതൊരു ഭയങ്കര ആത്മാർത്ഥ പ്രേമമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആത്മാർത്ഥ പ്രേമം ഉണ്ടെങ്കിൽ അവന് അവളെയും കൊണ്ട് പോയി എവിടെയെങ്കിലും ജീവിച്ചേനെ. അല്ലെങ്കിൽ ഒരു 3 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് 18 വയസ്സാകും. അപ്പോൾ അതുവരെയും വെയിറ്റ് ചെയ്യാമായിരുന്നു. അതൊന്നും ചെയ്യാതെ അവളെ ഏതോ രീതിയിൽ പ്രകോപിച്ച് പുറത്തിറക്കി ചിലപ്പം എന്തെങ്കിലും രീതിയിൽ ലൈംഗികമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നും അറിയാൻ പറ്റുകയില്ല. അങ്ങനെ പിന്നെ ഇവർ തമ്മിൽ ആത്മഹത്യയിലേക്ക് മാറുകയാണ്. അന്നേരം അത്ര ദിവ്യപ്രേമം ഒന്നും പറയാൻ പറ്റുകയില്ല. ദിവ്യപ്രേമം ഒന്നും അല്ല ഇത്. ഈ പെൺകുട്ടിയോടുണ്ടായ എന്തൊക്കെയോ ഒരു സെക്സ് താല്പര്യം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും കാരണവന്മാരെ പഠിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. അല്ലെങ്കിൽ ഒരു സംശയം, ചെറിയൊരു സംശയമെങ്കിലും തോന്നിച്ച് ആ കുട്ടിയുടെ ഫോണൊന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ്, അവർ തമ്മിലുള്ള എന്തെങ്കിലും ചാറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും അയക്കുന്നുണ്ടോ, ഇവർ തമ്മിൽ എന്തെങ്കിലും അടുപ്പമുണ്ടോ എന്ന ആ തള്ള മനസ്സിലാക്കേണ്ടതായിരുന്നു. അപ്പന് അസുഖമുള്ളതാണ്, അദ്ദേഹത്തിന് പറ്റിയല്ല, അങ്ങനെ അല്ല എങ്കിലും ആ സ്ത്രീക്ക്, ആ അമ്മയ്ക്ക്, ആ കുട്ടിയുടെ അമ്മയ്ക്ക് അതൊന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് സംശയം തോന്നി ഒന്ന് വീക്ഷിക്കുമായിരുന്നെങ്കിൽ ഇത്രയും ഇതിലേക്ക് പോവുകയില്ലായിരുന്നു. ഈ വർഷം SLC എഴുതേണ്ട കുട്ടിയാണ്. അതിനെ കണ്ടാൽ ഒരു ചെറിയൊരു പെൺകുട്ടിയെ, ഒരു കിളുന്ത് പോലെ ഇരിക്കുന്ന ഒരു 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ, അത്രയും 15 വയസ്സ് പോലും തോന്നുകയില്ല. അങ്ങനെയുള്ള ആ പെൺകുട്ടിയോട് ഈ 42 വയസ്സുകാരന് ഇങ്ങനെ ഒരു പ്രേമം തോന്നുമെങ്കിൽ അത് പ്രേമമൊന്നുമല്ല. അവനെന്തൊക്കെയോ അവൻ്റെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊച്ചിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഉപാധിയായിട്ട് മാത്രമേ കാണുള്ളൂ. അവനെ കണ്ടാൽ 42 വയസ്സ് പ്രായം തോന്നുകയില്ല. അതും ഒരു സത്യം തന്നെയാണ്. കണ്ടാൽ അത്രയും പ്രായം തോന്നുകയില്ലാത്ത ഒരു ചെറുപ്പക്കാരനായിട്ടാണ് പ്രദീപിനെ കണ്ടാൽ തോന്നുന്നത്. ഈ കുട്ടിയുടെ പ്രായത്തിൻ്റെതായ ഒരു ഇതിൽ തോന്നിയ ആ ഒരു ചാഞ്ചാട്ടത്തിൽ അവന് അടുപ്പം കാണിച്ചപ്പോൾ ആ ഇതിൽ വീഴുകയും അവനത് ശരിക്കും മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ ഇത്രയും നാളായിട്ട് ഒരു സംശയവും തോന്നാതെ രാത്രിയിൽ ഇറങ്ങിപ്പോകേണ്ടവരെ അവസ്ഥയിലേക്ക് വന്നേക്കുന്നത് ഈ കാരണവന്മാർ മാത്രമാണ്. അവർ തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ. ഇപ്പം പോലീസിനെ ശരിക്കും കുറ്റം അങ്ങനല്ല, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ട്. പക്ഷേ ഈ രക്ഷകർത്താക്കൾ ഇതിലും വലിയ വീഴ്ച വരുത്തിയത് കൊണ്ടാണ് ഈ കുട്ടി ഇന്ന് മരണപ്പെടാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഏതായാലും ആത്മഹത്യയാണെന്ന് തന്നെയാണ് തെളിഞ്ഞിരിക്കുന്നത്. നമ്മളൊക്കെ പല ഇതിലും ചിന്തിച്ചു. കാരണം അങ്ങനെയുള്ള ദുരൂഹ സാഹചര്യങ്ങൾ ഓരോ കാര്യം കേൾക്കുമ്പോൾ തന്നെ അറിയാമായിരുന്നു. മൊബൈൽ പൊട്ടിച്ചെറിയിക്കുന്നു, പിന്നെ വീടിന് 200 മീറ്റർ അകലം മാത്രമേ ഉണ്ടായിട്ട് ഒരു മണം പോലും വന്നില്ല. പിന്നെ അവിടെയെല്ലാം അന്വേഷിച്ചിട്ട് കണ്ടെത്താനാകാഞ്ഞിട്ട് 26ാമത്തെ ദിവസമാണ് കണ്ടെത്തിയതെന്ന് പറഞ്ഞപ്പോൾ ആരെയും കെട്ടി തൂക്കിയതായിട്ടൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ കടന്ന് ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഓരോ ന്യൂസുകൾ വരികയും ചെയ്തു. അതിൽ ഒട്ടും ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു മരണമായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നേക്കുന്നത് ആത്മഹത്യയാണെന്നും 20 ദിവസത്തിലധികം പഴക്കമുണ്ടെന്നുമാണ്. 20 ദിവസത്തിലധികമായി അവരെ കാണാതായിട്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഇവർ ആത്മഹത്യ ചെയ്തേക്കുന്നതാണെന്നാണ് ഇവരെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പം പരിശോധിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മൾ രക്ഷകർത്താക്കൾ നമ്മുടെ മക്കളെ നമ്മൾ സേഫായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചിലപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇത് വരും. നമ്മുടെ അടുക്കളയിലേക്ക് വരെയും ഉള്ള ഒരു അധിക സ്വാതന്ത്ര്യം ഒരു അന്യ മനുഷ്യന് അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അല്ലാതെ വേറൊരാൾക്ക് ഇത്രയും അമിത സ്വാതന്ത്ര്യം കൊടുക്കരുത്. അങ്ങനെ ഒരു പെൺകുട്ടികളുള്ള വീട്ടിൽ പ്രത്യേകിച്ച്, ആൺപിള്ളേരാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ പെൺകുട്ടികൾ, അതും രണ്ടും പെൺകുട്ടികളാണ്. കുഞ്ഞു പിള്ളേരെ വരെയും ഇപ്പം ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്ന കാലമാണ്. പ്രായമുള്ള മനുഷ്യരെ നമ്മൾ ഓർക്കുക, അത് അപ്പൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു മുത്തച്ഛൻ്റെ സ്ഥാനത്ത്
അല്ലെങ്കിൽ പിന്നെ ഒരു ആങ്ങളയുടെ സ്ഥാനത്ത് എന്നൊക്കെ കരുതും. പക്ഷെ അതൊന്നുമല്ല. വേറൊരാൾ കാണുന്നത്, ആ പെൺകുട്ടിയെ കാണുന്നത് അവർ വേറൊരു രീതിയിലുള്ള മോശമായ രീതിയിലുള്ള കണ്ണിലൂടെയായിരിക്കും കാണുന്നത്. നമുക്കാണ് നമ്മുടെ മക്കൾ കുഞ്ഞുങ്ങൾ, പക്ഷെ അവർക്കത് നമ്മുടെ മക്കൾ കുഞ്ഞുങ്ങളല്ല. അവർ ഒരു പെൺ ശരീരം അത്ര മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ ഓരോ അനുഭവങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലുവയിലൊക്കെ കണ്ട കഴിഞ്ഞ കൊല്ലം ഒരു കുഞ്ഞു കൊച്ചിനെ ഒരു ബംഗാളി കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊന്ന കേസ് കെട്ടൊക്കെ അറിയാം. അതൊക്കെ പൊടി കുഞ്ഞുങ്ങളാണ്. അന്നേരം അവർക്ക് അങ്ങനെ ഒരു ഇത് മതി. അന്നേരം ഈ 15 വയസ്സുള്ളതെന്ന് പറയുമ്പോൾ ആ കൊച്ചിൻ്റെ വളർച്ചയുടെ ഇതൊക്കെയാണ്, ആ പ്രായത്തിലാണ് അവനെ കൊണ്ടുപോയി അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാക്കി മാറ്റിയിരിക്കണം. അപ്പം പിന്നെ എടുത്തു പറയാനുള്ളത് മാതാപിതാക്കളോടാണ്. മാതാപിതാക്കളുടെ ശരിക്കും പെൺമക്കളുള്ള ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കളെ കഴുകന്മാർ കുത്തിക്കൊണ്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. അതിനിടെ വരുത്താതിരിക്കട്ടെ. ഈ വാർത്ത കേട്ടിട്ടെങ്കിലും മാതാപിതാക്കളുടെ കണ്ണ് തുറന്ന് അവരവരുടെ മക്കളെ ശരിക്കും വീക്ഷിച്ച്, നമുക്ക് നമ്മുടെ മക്കളായിരിക്കും, പക്ഷെ നമ്മുടെ മക്കൾ ഇപ്പം കുഞ്ഞുങ്ങളല്ല, അവർ വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അവരുടെ വളർച്ചയിൽ ഓരോ വ്യത്യാസം, അവരുടെ ഹോർമോണിലുണ്ടാകും, സ്വഭാവത്തിലൊക്കെ അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അടുത്തിരുത്തി നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് അവരെ നല്ല രീതിയിൽ നയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ ശരിക്കും ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. നമ്മൾ തീറ്റ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരെ ശാസിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. അതോടൊപ്പം തന്നെ അവരെ നമ്മൾ എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുകയും കൂടെ ചെയ്യണം. ഇനി ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാതിരിക്കട്ടെ. ഇത് ഒരു അച്ഛനും അമ്മയ്ക്കും വന്ന അവസ്ഥയാണ്, അവർ വരുത്തിയ അവസ്ഥയാണ്. ഇനി ഇത് അറിഞ്ഞിട്ട് ഇനിയും രക്ഷകർത്താക്കൾ ഇനിയെങ്കിലും നമ്മുടെ മക്കൾ സേഫായിട്ട് തന്നെ നമ്മൾ നോക്കി കാണുക തന്നെ ചെയ്യണം. അതിനുള്ള ഒരു ആത്മഹത്യ തന്നെയാണ് ഈ സംഭവം എന്നാണ് എനിക്ക് മനസ്സിലാകാൻ പറ്റിയത്.